മീഡിയയിൽ 5 വർഷം പൂർത്തീകരിച്ചു. ആ ഒരു സന്തോഷമുണ്ട്. ആ അവസരത്തിൽ തന്നെ നമ്മുടെ സിയയുടെ ഒരു അവാർഡ് കിട്ടിയതിൽ വലിയ സന്തോഷം. പിന്നെ ബോച്ചെ ബ്രോയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയതിൽ പെരുത്ത സന്തോഷം. അപ്പം എല്ലാ രീതിയിലും ഞാനൊരു ഗവൺമെൻറ് സർവൻ്റാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്പർവൈസറായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പരിമിതി, ജോലിയുടെ പരിമിതിക്ക് ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. ഫുൾ ടൈം ഇൻഫ്ലുവൻസർ ആണോ ചോദിച്ചാൽ അല്ല, ജോലി നമുക്ക് പ്രധാനമാണ്. അതിന് വിട്ടൊരു കളിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. അപ്പോൾ ഞാനും പാലാസത്യം എനിക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അത്ര രീതിയിൽ അന്ന് ജോലി ഇല്ല, വീട്ടിലിരിക്കുകയായിരുന്നു, അറിയാലോ കൊറോണ സമയത്ത്. ആ രീതിയിൽ വന്ന ആൾക്കാരാണ്. അതിനുശേഷം പുതിയ ചെറുപ്പക്കാർ, പുതിയ കോഴിക്കോട് ഭാഷ പറഞ്ഞ ചെക്കന്മാർ, കുറേ ചെക്കന്മാർ കയറി വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും നല്ല നല്ല വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ടായിരിക്കും ചെങ്കുകളെ. അപ്പൊ അത് ഏത് രീതിയിൽ എടുത്താലും കുഴപ്പമില്ല. അപ്പം കുറെ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ യൂട്യൂബ് എന്നുള്ളത് ഒരു ജോലിയായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. ഇത് അതിന്റെ എൻ്റെ ഒരു അഡ്വൈസാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ജെന്യൂനായ ജോലിയാണ് അല്ലേ. അപ്പൊ അതൊരു താൽക്കാലികമായി നമുക്ക് സാമ്പത്തികം കിട്ടുന്നുണ്ട്. ആ രീതിയിൽ ചിന്തിച്ച് ഇതൊരു ജോലിയാണ്, ഇതൊരു പ്രൊഫഷണലായിട്ട് മാറ്റുന്ന ആൾക്കാരോട് എനിക്ക് പറയുന്നത്, ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ജോലി വേണം. നമ്മൾ ടിക്ടോക്കൊക്കെ നിർത്തിയത് അറിഞ്ഞില്ല, അതേപോലെ തന്നെ നാളെ എന്തും സംഭവിച്ചിടാനില്ല. അപ്പൊ നിങ്ങളുടെ അഡ്വൈസാണ്, നിങ്ങളുടെ ജോലി നിങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് കാണണം. അതിനിടയിൽ കൂടെ നമ്മൾ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നാണ് എനിക്ക് ഉപദേശമായി പറയാനുള്ളത്. അപ്പം സിയയുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വലിയ സന്തോഷം, പ്രത്യേകിച്ച് പെരുത്ത് സന്തോഷം. നമ്മളെ കോഴിക്കോട്, എൻ്റെ വീട് കോഴിക്കോട് മന്ദിരങ്കാവാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി. ഞാൻ കുറേ പരിചിത മുഖങ്ങൾ അവിടെ ഇരിക്കുന്നത്, കുറേ പരിചിത മുഖങ്ങളാണ്. പക്ഷേ എല്ലാവരും കാണാൻ പറ്റി, വലിയ സന്തോഷം. അപ്പം സിനിമകളിലൊക്കെ അഭിനയിക്കാൻ അവർ തിരുവനന്തപുരം തങ്കമണി മൂവിയാണ് ലാസ്റ്റ് അഭിനയിച്ചത്. വേറെ 1-2 സിനിമകൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷ്ണു വിപിൻ ജോർജിന്റെ കൂടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക്, ജോലിൻ്റെ ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ്. അതിനൊപ്പം ഇത് ചെയ്യുകയാണ്. അത് റിയലി അപ്രീഷിയേറ്റ്. കാരണം ഒരു ജോലിക്കിടയ്ക്ക് മറ്റൊരു ജോലി, 2 കാര്യങ്ങളാണ്. അപ്പൊ ഒരു പൊൻതൊഴിലാണ്. അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം പറഞ്ഞു, അതിന് എൻ്റെ ഒരു അഭിപ്രായത്തിലെങ്കിലും ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസറായിട്ട് അതൊരു ജോലിയായിട്ട് മാറുക, ഫുൾ ടൈം അങ്ങനെ ആവരുത് എന്ന് പറഞ്ഞത് ചിലപ്പോൾ അതിലല്ല, ഓരോരുത്തർക്ക് വ്യത്യാസമാണ്. കാരണം ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് അതൊരു ഫുൾ ടൈം ജോലിയായിട്ട്, വലിയൊരു ദൗത്യമായിട്ട്, ഒരു കർമ്മമായിട്ട് സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന, അതിന് സമയം മുഴുവനായിട്ട് ചെലവഴിച്ചുകൊണ്ടും ഒരു ഇൻഫ്ലുവൻസർ, ഇൻഫ്ലുവൻസർ നാളെ പ്രസ്റ്റീജിയസ് ആയിട്ട് എല്ലാ ഡെസിഗ്നേഷനും, ഹൂ ആർ യു, ഇപ്പൊ നമ്മൾ പറയും ബിസിനസ് മാൻ ആൻഡ് ഡോക്ടർ, ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ എന്റെ ഇഷ്ടം പോലെ ഈ കാലഘട്ടത്തിൽ ആം ദ ഇൻഫ്ലുവൻസർ എന്നൊരു ഡെസിഗ്നേഷനില് അന്തസ്സായിട്ട് അഭിമാനത്തിനോട് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതൊരു ജോലിയായിട്ട് എടുക്കാം, കുഴപ്പമില്ല. താങ്ക് യു സർ.